രഞ്ജിത്തുമായുള്ള അന്വേഷണ സംഘം ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. സഹിൻ, ഒടുവിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് എത്തി. തീർച്ചയായിട്ടും മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മജിസ്ട്രേറ്റിന്റെ വീടിന് മുന്നിൽ രഞ്ജിത്തിനുമായി പോലീസ് കാത്തുനിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അല്പനേരം മുൻപാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നും രഞ്ജിത്തിനെ ഡിസ്ചാർജ് ചെയ്യുന്നതും പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ തീരുമാനിക്കുന്നതും. ഇപ്പോൾ അദ്ദേഹവുമായി വാഹനം മജിസ്ട്രേറ്റിന്റെ വീടിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ശരി, ഈ പീഡന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്കറിയാവുന്ന അനുസരിച്ച് എത്ര ദിവസമാണ് ഇനി ആവശ്യപ്പെടാൻ പോകുന്നത് സഹിൻ കസ്റ്റഡി അപേക്ഷയിൽ? നിലവിൽ 3 ദിവസമാണ് സിവിൽ ജഡ്ജ്, ജൂനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജ് ഉഷയുടെ വീട്ടിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഹാജരാക്കിയിരിക്കുന്നത്. ഈ കാണുന്നത് പോലെ അദ്ദേഹം മരട് ഐനി അമ്പലത്തിന് സമീപമുള്ള ഒരു വീടാണ്. നേരത്തെ മജിസ്ട്രേറ്റ് താമസിച്ചിരുന്ന മറ്റൊരിടത്താണ്. അങ്ങോട്ടേക്കായിരുന്നു ആദ്യം പോലീസ് രഞ്ജിത്തിനെ എത്തിച്ചത്. പിന്നീടാണ് അവിടെ നിന്ന് മജിസ്ട്രേറ്റ് മാറി എന്നുള്ളത് മനസ്സിലാവുന്നതും ഇപ്പോൾ മജിസ്ട്രേറ്റ് താമസിക്കുന്ന വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നതും. അങ്ങനെ രഞ്ജിത്തുമായുള്ള അന്വേഷണ സംഘം ഒടുവിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം മജിസ്ട്രേറ്റ് വരുമായിരിക്കും. ഈ പറയുന്ന അനുസരിച്ചാണെങ്കിൽ 3 ദിവസത്തെ കസ്റ്റഡിയാകും ആവശ്യപ്പെടുക. വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആരോപണം ഗൗരവതരമാണ്. വന്നിരിക്കുന്ന ആരോപണം ഗൗരവതരമാണ്. കാരണം സമാനമായ കുറ്റകൃത്യങ്ങളിൽ പ്രതി നേരത്തെയും ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കണക്കെ പരാതികൾ ഉയർന്നിരുന്നു. 2 പരാതികൾ രഞ്ജിത്തിനെതിരെ ഉയർന്നിരുന്നതാണ്. ഒന്ന് ബംഗാളി നടിയുടെ പരാതി. ഈ പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ, ആ സെറ്റിൽ വെച്ച് ബംഗാളി നടിയോട് അപമര്യാദയായി പെരുമാറി എന്ന ആരോപണം വന്നിരുന്നു, എന്ന പരാതി വന്നിരുന്നു. പക്ഷേ ആ പരാതി പിന്നീട് ആ വർഷങ്ങളുടെ കാലതാമസം കണക്കാക്കിയായിരുന്നു ഹൈക്കോടതി അത് തള്ളിയത്. മറ്റൊന്ന് വന്നത് ഒരു കോഴിക്കോട് സ്വദേശിയായ ഒരു യുവാവിൻ്റെ പരാതിയായിരുന്നു. ബംഗളൂരിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന യുവാവിൻ്റെ പരാതിയായിരുന്നു. ആ പരാതിയും പക്ഷേ കോടതി തള്ളി, കർണാടക കോടതി തള്ളിയിരുന്നു. പക്ഷേ എങ്കിലും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളയാൾ എന്നൊരു ഹിസ്റ്ററി ഉണ്ട് സംവിധായകൻ രഞ്ജിത്തിന്. അതുകൊണ്ട് തന്നെ ഈ പരാതി അത് വളരെ കഴമ്പുള്ള ഒരു പരാതിയാണ് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിക്രമങ്ങൾ ഇത്ര കണ്ട് മുന്നോട്ട് പോയതും ഈ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തതും ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ രഞ്ജിത്ത് നിൽക്കുന്നതും. ഇനി ഹെൽത്തൊക്കെ ഒക്കെയാണ്, ഒടുവിൽ മെഡിക്കലൊക്കെ എടുത്തു. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഇനി ഇയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെയും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പിന്നീട് അതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകാനും സാധിക്കുക. മജിസ്ട്രേറ്റ് പുറത്തേക്കിറങ്ങിയെന്ന് മനസ്സിലാക്കുന്നു. പോലീസിൻ്റെ അപേക്ഷ പരിശോധിക്കുകയാണ് മജിസ്ട്രേറ്റ് ഉഷ. സിവിൽ ജഡ്ജാണ് ഉഷ. രഞ്ജിത്തിനോടും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു ജഡ്ജ് എന്ന് വേണം കരുതാൻ. പോലീസ് നൽകിയ അപേക്ഷ വായിച്ചു നോക്കി, ഒപ്പം തന്നെ രഞ്ജിത്തിൽ നിന്നും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. മൂന്ന് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് നൽകിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അത് ജഡ്ജ് അനുവദിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. വീട്ടിലെത്തി രഞ്ജിത്തിനെ എത്തിച്ച് ഹാജരാക്കുകയായിരുന്നു പോലീസ്. ഇപ്പോൾ പോലീസ് നൽകിയ അപേക്ഷയൊക്കെ കയ്യിൽ സ്വീകരിച്ച ശേഷം ജഡ്ജി ഉള്ളിലേക്ക് കയറിപ്പോയി. ഇനി ഇത് പരിശോധിച്ച ശേഷം അതിൽ സൈൻ ചെയ്താകും പുറത്തേക്ക് വരിക. രഞ്ജിത്തുമായിട്ടും അന്വേഷണ സംഘം സംസാരിക്കുന്നുണ്ട്. സഹിൻ, പോലീസ് നൽകിയ അപേക്ഷയുമായി ജഡ്ജി ഇപ്പോൾ അകത്തേക്ക് പോയതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. രഞ്ജിത്തിനോടും കാര്യങ്ങളൊക്കെ തിരക്കി. ഒരുപക്ഷെ ഈ ആരോഗ്യനിലയ്ക്കാവും ചോദിച്ചിട്ടുണ്ടാവുക അല്ലേ? തീർച്ചയായിട്ടും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളാണ് ജഡ്ജി മനസ്സിലാക്കാൻ ശ്രമിച്ചത്. മാത്രമല്ല രഞ്ജിത്തിൻ്റെ അഭിഭാഷകൻ ഹാജരായിട്ടുണ്ടോ എന്ന് ജഡ്ജി ചോദിച്ചിരുന്നു. പക്ഷേ അതിന് കൃത്യമായൊരു മറുപടി ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അഭിഭാഷകനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കമുള്ള ആളുകൾ ഇന്ന് വീഡിയോ കോൺഫറൻസ് വഴിയൊക്കെ ഹാജരാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും കഴിയുകയില്ല. നിലവിൽ ജഡ്ജി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ തനിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള ഒരു കാര്യം, രഞ്ജിത്തിന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊരു
കാര്യം പോലീസുകാർ മജിസ്ട്രേറ്റിനെ അറിയിച്ചിട്ടുമുണ്ട്. അല്പനേരത്തിനുള്ളിൽ തന്നെ രഞ്ജിത്തിൻ്റെ റിമാൻഡോ അതല്ലെങ്കിൽ ജാമ്യാപേക്ഷയോ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും. രഞ്ജിത്തിൻ്റെ കസ്റ്റഡി അപേക്ഷ അത് പോലീസ് രഞ്ജിത്തിനുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുകയാണ്. അവിടെ കോടതി ജഡ്ജിയുടെ വീട്ടിൽ നേരിട്ടെത്തിയാണ് ഈ അപേക്ഷ നൽകിയത്. സിവിൽ ജഡ്ജായിട്ടുള്ള ഉഷയുടെ വീട്ടിലേക്കാണ് രഞ്ജിത്തിനെ എത്തിച്ചത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് രഞ്ജിത്തിനോട് കാര്യങ്ങളൊക്കെ ആരോഗ്യനില, ഒപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ഹാജരായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ജഡ്ജി അകത്തേക്ക് പോയിട്ടുണ്ട്. ഇനി ഇത് വായിച്ച് പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷ വായിച്ച് സൈൻ ചെയ്ത ശേഷമാകും ജഡ്ജ് പുറത്തേക്ക് വരിക, ജഡ്ജ് ഉഷ പുറത്തേക്ക് വരിക. അതിന് പിന്നാലെ ഇനിയിപ്പോൾ അടുത്ത നീക്കം എന്തായിരിക്കും സഹീൻ? ഇദ്ദേഹവുമായിട്ടുള്ള പോലീസ് സംഘം ഇനി എങ്ങോട്ടാവും യാത്ര തുടങ്ങുക കസ്റ്റഡി കിട്ടുകയാണെങ്കിൽ? അങ്ങനെ കസ്റ്റഡിയും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുകയില്ല. അദ്ദേഹത്തെ ഒരുപക്ഷെ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. തനിക്ക് ജാമ്യം അനുവദിക്കണം എന്നുള്ളതാണ് രഞ്ജിത്ത് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. തനിക്ക് ജാമ്യം അനുവദിക്കണമെന്നും ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെന്നും രഞ്ജിത്ത് കോടതിയെ അറിയിച്ചിരുന്നു. അഭിഭാഷകനില്ലേ എന്നായിരുന്നു കോടതി രഞ്ജിത്തിനോട് ആരാഞ്ഞത്. എന്നാൽ അക്കാര്യത്തെ സംബന്ധിച്ച് ഒരു വ്യക്തമായ മറുപടി പറയാൻ രഞ്ജിത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു തീരുമാനം അല്പനേരത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും. രഞ്ജിത്ത് റിമാൻഡിലേക്കാണോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം കോടതി അനുവദിക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ അല്പനേരത്തിനുള്ളിൽ തന്നെ ഒരു തീരുമാനമുണ്ടാകും. നിലവിലെ സാഹചര്യത്തിൽ പോലീസ് 3 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ 3 ദിവസത്തേക്ക് രഞ്ജിത്തിനെ കസ്റ്റഡി നൽകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. മുൻപ് 2 കേസുകൾ സമാനമായ രീതിയിൽ രഞ്ജിത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം അദ്ദേഹത്തിനെതിരെ പരാതി ഉന്നയിക്കുന്നത് ബംഗാൾ നടിയാണ്. ബംഗാളിൽ അഭിനയിക്കുന്ന ഒരു നടിയാണ് ഇദ്ദേഹത്തിനെതിരെ പരാതി ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ചിത്രത്തിൽ അഭിനയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടായി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിനെതിരെ ഉണ്ടായ പരാതി. മറ്റൊന്ന് ബംഗളൂരിൽ താമസിക്കുന്ന ഒരു യുവാവിൻ്റെ പരാതിയായിരുന്നു. തന്നോട് രഞ്ജിത്ത് മോശമായ രീതിയിൽ പെരുമാറുകയും തൻ്റെ നഗ്നചിത്രമടക്കം രഞ്ജിത്ത് ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതായിരുന്നു ആ യുവാവിൻ്റെ പരാതി ഉണ്ടായിരുന്നത്. അങ്ങനെ 2 കേസുകളായിരുന്നു മുൻപ് രഞ്ജിത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ അന്ന് ഈ 2 കേസുകളിലും രഞ്ജിത്തിന് ജാമ്യം ലഭിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ സമാനമായ ഒരു പരാതി യുവനടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. രഞ്ജിത്ത് തന്നെ കാരാവാനിൽ വെച്ച് കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു ആ യുവനടിയുടെ പരാതിയായി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായത് എന്നുള്ളതായിരുന്നു യുവനടിയുടെ പരാതിയായി ഉണ്ടായിരുന്നത്. DGPക്ക് ഇത് സംബന്ധിച്ച പരാതിയും നൽകി. ഈ പരാതി DGP സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയായിരുന്നു. മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിനും അദ്ദേഹം ഈ പരാതി കൈമാറിയിരുന്നു. ഇവരുടെ എല്ലാ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ പരാതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറി. അദ്ദേഹം അത് എറണാകുളം വനിതാ പോലീസിന് കൈമാറുന്നത്. എന്തായാലും വനിതാ പോലീസിൻ്റെ ശരി, ഇപ്പോ അദ്ദേഹത്തെ ജഡ്ജിക്ക് മുന്നിൽ അഭിഭാഷകൻ ഹാജരായിരിക്കുകയാണ്. എന്താ സഹിൻ, രഞ്ജിത്തിന്റെ അഭിഭാഷകൻ ഹാജരായോ? രഞ്ജിത്തിന്റെ അഭിഭാഷകൻ അതെ രഞ്ജിത്തിന്റെ അഭിഭാഷകൻ ഇപ്പോൾ ഹാജരായിരിക്കുകയാണ്. സാർ, ഇത് രഞ്ജിത്തിന്റെ അഭിഭാഷകനല്ലേ? പ്രോസിക്യൂട്ടറാണോ? ആണ്. അതെ, രഞ്ജിത്തിൻ്റെ അഭിഭാഷകനാണ്. മനസ്സിലാക്കാൻ കഴിയുന്നത് രഞ്ജിത്തിൻ്റെ അഭിഭാഷകനാണ് എന്നുള്ളതാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ല ഹാജരായിരിക്കുന്നത്, പകരം രഞ്ജിത്തിൻ്റെ അഭിഭാഷകനാണ് ഇപ്പോൾ ഹാജരായിരിക്കുന്നത്. എന്തായാലും അല്പനേരം മുൻപാണ് മജിസ്ട്രേറ്റ് അദ്ദേഹത്തോട് കാര്യങ്ങൾ തിരക്കിയത്. അഭിഭാഷകനടക്കമുള്ള കാര്യങ്ങളില്ലേ എന്നുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കിയത്. അത് ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ഇവിടെ ഹാജരായിട്ടുണ്ട്. ശരി, രഞ്ജിത്തിന്റെ അഭിഭാഷകൻ കൂടി അവിടെ ഹാജരായിട്ടുണ്ട്. അദ്ദേഹം രഞ്ജിത്തുമായി സംസാരിക്കുന്നുമുണ്ട്, അഭിഭാഷകൻ സംസാരിക്കുന്നുമുണ്ട്. നേരത്തെ ജഡ്ജി ഉഷ, സിവിൽ ജഡ്ജ്, പോലീസിൻ്റെ അപേക്ഷ വാങ്ങി പരിശോധിക്കുന്ന ഘട്ടത്തിലും ഇക്കാര്യം ആരാഞ്ഞിരുന്നു. രഞ്ജിത്തിനോട് അഭിഭാഷകൻ എത്തിയിട്ടില്ലേ എന്ന കാര്യം ആരാഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെ ഇപ്പോൾ അഭിഭാഷകൻ കൂടി എത്തിയിട്ടുണ്ട്. ഇനി ഈ വാദങ്ങൾ കൂടി ജഡ്ജി കേൾക്കുകയും ചെയ്യും. ഇപ്പോൾ നിലവിൽ പീഡന പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അതിവേഗ നീക്കം, രഹസ്യമൊഴി അടക്കം, പെൺകുട്ടിയുടെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തിക്കൊണ്ട് പോലീസ് നടത്തിയ അതിവേഗ നീക്കത്തിനൊടുവിലാണ് രഞ്ജിത്ത് ഇന്നലെ രാത്രിയോടുകൂടി അറസ്റ്റിലാകുന്നത്. പിന്നാലെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. അതിന് പിന്നാലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. അങ്ങനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ആരോഗ്യനിലയിൽ വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് രഞ്ജിത്തിനെ ഇന്ന് രാവിലെ അല്പസമയം മുൻപ് ഒരു 7 മണിയോടുകൂടി ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് എത്തിച്ചതും പോലീസ് സംഘം, രഞ്ജിത്തുമായുള്ള ഈ പോലീസ് സംഘം പിന്നീട് ജഡ്ജിയുടെ വീട്ടിലേക്ക് നേരിട്ടെത്തി. ഇപ്പോൾ ജഡ്ജി പുറത്തേക്ക് വരികയാണ്. ഈ പോലീസിൻ്റെ അപേക്ഷയൊക്കെ പരിഗണിച്ച ശേഷം പുറത്തേക്ക് വരുന്നു. രഞ്ജിത്തിൻ്റെ അഭിഭാഷകനുമായി സംസാരിക്കുകയാണ് സിവിൽ ജഡ്ജ് ഉഷ. അങ്ങനെ
കേസൊക്കെ ഈ അപേക്ഷയൊക്കെ വായിച്ചു നോക്കി. ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് അറിയണം. റിമാൻഡിലേക്ക് പോവുകയാണോ അതോ കസ്റ്റഡിയിലേക്ക് പോവുകയാണോ എന്നുള്ളത് വേണം ഇനി അറിയേണ്ടത്. കാരണം നേരത്തെ രഞ്ജിത്തിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ ഈ ജഡ്ജി വിശദമായി കേട്ടിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോഴത്തെ ഒരു നടപടി കൂടി വന്നിരിക്കുന്നത്. അതിൽ ജഡ്ജി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. റിമാൻഡിലേക്ക് പോവുകയാണോ അതോ കസ്റ്റഡിയാണോ എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഇവർ തമ്മിൽ ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്നും രഞ്ജിത്തുമൊക്കെ പലതും എഴുതി നൽകുന്നുണ്ട്. കോടതി പ്രൊസീജിയറാണ് എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സഹിന, ഇനിയിപ്പം എപ്പോഴേക്കറിയാം ഇതിപ്പോൾ ഒരു റിമാൻഡിലേക്കാണോ കസ്റ്റഡിയിലേക്കാണോ അതോ പുറത്തേക്കാണോ? അല്പം ഒന്ന് കാത്തിരിക്കേണ്ടതാണ്. കോടതി നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ശരിയായ നടപടിയല്ല. ശരി, അപ്പം അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ജഡ്ജ് പുറത്തേക്കെത്തി, നടപടികൾ അവിടെ പുരോഗമിക്കുകയാണ്. രഞ്ജിത്തിൻ്റെ അഭിഭാഷകനും അവിടെ ഉണ്ട്, അദ്ദേഹത്തോടൊപ്പം തന്നെയുണ്ട്. ഇവർ പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നു. ഇതെല്ലാം കോർട്ട് പ്രൊസീജിയേഴ്സാണ്. അപ്പം ഈ അപേക്ഷ അടക്കം എഴുതി നൽകുന്നുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് നൽകുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായിരിക്കും തീരുമാനം എന്നുള്ളത് അല്പസമയത്തിനകം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ജഡ്ജി രഞ്ജിത്തിൻ്റെ അഭിഭാഷകൻ പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ കാര്യങ്ങളും കേട്ടിട്ടുണ്ടായിരുന്നു പോലീസിൻ്റെ അപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ.